നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയാണെന്ന ആരോപണം ഉന്നയിച്ച് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകി. തുടർച്ചയായി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയാണ് എന്നാണ് LDFന്റെ പരാതി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ M വിജയകുമാറും ജനറൽ കൺവീനർ മാങ്കോട് രാധാകൃഷ്ണനുമാണ് ഇങ്ങനെ പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെതിരായ പ്രധാന ആരോപണം ഇപ്രകാരമാണ്. മാർച്ച് 22-ന് പൂജപ്പുര LBSൽ കേന്ദ്രമന്ത്രി എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് പൊതുപരിപാടി സംഘടിപ്പിക്കുകയും പരിപാടിയിൽ പങ്കെടുത്ത് വോട്ട് അപേക്ഷിക്കുകയും ചെയ്തു എന്നാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്താൽ മന്ത്രിമാർ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കവെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് പരാതി. 2013-ൽ സുപ്രീം കോടതി തന്നെ ഇക്കാര്യം ഉറപ്പാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി എന്ന പദവി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാജീവ് ചന്ദ്രശേഖർ തുടർച്ചയായി ദുരുപയോഗം ചെയ്യുകയാണ് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിലെ പല പ്രദേശങ്ങളും നിവേദനങ്ങൾ സ്വീകരിച്ചു, വാഗ്ദാനങ്ങൾ നൽകി. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളുണ്ടായി. BJP പ്രവർത്തകർ വിവിധ സംഘടനകളുടെ പേരിൽ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി. അതിമേൽ ഉറപ്പുകൾ വാങ്ങി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു. ഈ വിധത്തിൽ അധികാര ദുർവിനിയോഗം നടത്തി തിരഞ്ഞെടുപ്പ് പെരുമാറ്റം ലംഘിക്കുന്ന BJP സ്ഥാനാർത്ഥിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതേസമയം മുൻ സർക്കാരുകളുടെ പ്രകടനത്തിന്റെ വിലയിരുത്തലാണ് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പെന്ന് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വീഴ്ചകളെയാണ് രാജീവ് ചന്ദ്രശേഖർ ആയുധമാക്കുന്നത്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടാതെ കട്ടപ്പുറത്താകുമെന്ന സ്ഥിതിയിൽ നിൽക്കുകയാണ് KSRTC. അതിൽ KSRTCയെ രക്ഷിക്കാൻ കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് നിവേദനം നൽകി KSRTC എംപ്ലോയീസ് സംഘ്. KSRTCയെ ജനോപകാരപ്രദമായി നിലനിർത്താനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന വിധത്തിലുള്ള പരിവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നടപ്പിലാക്കാൻ അടിയന്തര ശ്രദ്ധ നൽകണമെന്നതായിരുന്നു ഇവരുടെ ആവശ്യം. സാധാരണക്കാരുടെ ആശ്രയമാണ് KSRTC. എന്നാൽ അതിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും വിധത്തിലുള്ള നയങ്ങളാണ് കേരള സർക്കാർ കൈക്കൊള്ളുന്നത്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് പകരം നൽകാനോ പുതിയ ജീവനക്കാരെ നിയമിക്കാത്തതോ ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ദേശസാത്കൃത റൂട്ടുകളിൽ പോലും സർവീസ് നടത്താൻ സാധിക്കുന്നില്ലെന്ന് ജീവനക്കാർ സമർപ്പിച്ച നിവേദനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.